നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറയണമെങ്കിൽ ഇവൾക്ക് എന്തോ മാനസിക തകരാറുണ്ട്. എന്റെ മുഖത്ത് നോക്കി ഇതുപോലെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഇവൾക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല കൈവിഷം അവളുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. ചന്ദ്രികയും മാധവനും ചേർന്ന് പണി തുടങ്ങി. അയ്യോ തെറ്റി അച്ഛൻ ഈ കളി തീരെ അറിയില്ല. ശരിയാ മോളെ, അച്ഛന്റെ കുട്ടിക്കാലത്ത് ഈ ഗെയിം കളിയൊന്നും ഇല്ലല്ലോ. കുട്ടിയും കോലും കളിക്കും, പിന്നെ കല്ല് കളിയുണ്ട്, പിന്നെ കള്ളനും പോലീസും കളിക്കാനും അറിയാം. ഞാൻ കള്ളനും മോള് പോലീസുമായിട്ട് നമുക്കൊന്ന് ഓടി കളിച്ചാലോ? പക്ഷെ നമ്മൾ ഓടിക്കളിക്കുന്നത് വന്ദനമ്മ കണ്ടുകൊണ്ട് വന്ന വരക്ക് പറയും. അച്ഛൻ എന്ന കള്ളന്റെ നടു തല്ലി ഓടിക്കും വന്ദനമ്മ. മോൾക്ക് വന്ദനമ്മ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങി തരാറുണ്ടോ? പക്ഷെ ഐസ്ക്രീം കഴിക്കുമ്പോ എനിക്ക് ഛർദില് വരും. ഒയ്യോ, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറയും. അതെന്താ മോളെ അങ്ങനെ? മോൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പഴും ഇഷ്ടമൊക്കെ തന്നെയാ, ഛർദിലും വരില്ല. പക്ഷേ എന്താ? ഐസ്ക്രീം വാങ്ങാനൊന്നും വന്ദനമ്മയുടെ കയ്യില് പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ ഛർദിൽ അഭിനയിക്കുന്നതാ. അങ്ങനൊന്നും മോള് വിഷമിക്കണ്ട. മോൾക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള പൈസ അച്ഛൻ തരാം കേട്ടോ. എനിക്ക് ഐസ്ക്രീം മാത്രമല്ല ക്രീം ബിസ്ക്കറ്റ് വേണം. അതും വാങ്ങിച്ചു തരാം. പിന്നെ നിന്റെ വന്ദനാമ്മയ്ക്ക് ക്രീം ബിസ്ക്കറ്റിനോട് ഭയങ്കര കൊതിയാ. ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇല്ല, കൊടുക്കില്ല. കൊതിച്ച് അമ്മ, കൊതി ഊറി വെള്ളം ഇറക്കട്ടെ. കളിച്ചും ചിരിച്ചും ഇപ്പൊ ചുമ വരെയൊക്കെ ആയോ? അധികം സ്ട്രെയിൻ എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? മോളെ, എനിക്കൊരു കുഴപ്പമില്ല. കൊച്ചുമോളോട് കളിക്കാനുള്ള ആരോഗ്യമില്ലെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ അമ്മയും മോളും കൂടെ കളിക്ക. മോളെ, മോളെ ബോർഡിങ്ങിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നീ അതൊന്നും കാര്യമാക്കണ്ട. നിനക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും അച്ഛൻ ഇനി പറയില്ല. ദിയമോള് ഇവിടെ നമ്മളോടൊപ്പം കഴിഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.